ലൊക്കേഷൻ കൊടുക്കണം അവന്മാർക്ക്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല, നമുക്ക് അല്ലാതെ കളിക്കാം. ഇവിടെ ഇവിടെ വന്നില്ലേ, നമ്മുടെ എല്ലാ വണ്ടിയും വന്നിട്ടില്ലേ? ഇതാ ഈ ഒരു മാർക്ക്. കത്തിയോ? ഹലോ സാഗറെ. ഓ ആ മലയിലൊക്കെ ഫൈറ്റ് എടുക്കും. പറയൂ കോട്ടർ പറയൂ, വേഗം പറ. ആ പുഷ് അത് ചെയ്തോ. പ്ലേയേഴ്സിനെ ഇടിക്കരുത്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വീഡിയോ ആവരുത്. ഓക്കെ ചെയ്. സാഗറും വർക്കിച്ചനും കുത്ത്. എന്താണ് ഹോൾഡ്? ഒരു സെക്കൻഡ് അവര് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടേക്ക. എന്നാ ഇറങ്ങി പൊട്ടിക്ക്. അടിച്ചോ. വർക്കിച്ചനും പറയുന്ന വർക്കിച്ചനും അതുപോലെ സാഗറും കുത്തല്ലേ. അത് കുഴപ്പമില്ല അതൊക്കെ പിന്നെ പൊട്ടിക്കടാ. ഈ ചെറിയ വണ്ടി ഏതാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നേ? എടാ ഇവിടെ നിക്കുവാടാ. ഇറങ്ങി പൊട്ടിക്കടാ. നീക്ക് എന്താ കാണിക്കുന്നേ? ഇവിടെ ഒരു ഇതില്ലടാ, ഒരു അഡ്വാൻറ്റേജ് ഇല്ല. എടാ നിങ്ങളെ അടുത്തുണ്ടോ? നിങ്ങളെ അടുത്ത് ഈ സൈഡിലുണ്ടേ. പൊട്ടിക്കടാ. എടാ കേറ് തിരിച്ചു കയറ്. ലെഗസി ഡ്രാഗ കൊച്ചാപ്പി തിരിച്ചു കയറ്. എടാ നമ്മളിപ്പോ ഫൈറ്റിലാണ്. എടാ ഞാനൊരു കാര്യം പറയാം, ഇതുപോലെ കിടന്ന് ബാക്കിയുള്ളവരൊന്നും മിണ്ടായിരുന്നേ. എടാ കത്തിപ്പോയവരും മിണ്ടായിരിക്കും. അത് പിന്നീട് നമ്മളിപ്പോ ഫൈറ്റിൽ നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇവന്മാരെ എടുക്കടാ. ഈ 2 വണ്ടി എടുക്ക. ഇങ്ങോട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതാ ഇവിടെ 2 വണ്ടി ഉണ്ട്. ഇവന്മാരെ എടുത്തേ. വാ ഇങ്ങോട്ടാ. അല്ല എന്ത് ആരാ ഹോൾഡ് ഇട്ടേ? ദൈവം പറഞ്ഞോ? അല്ല ദൈവം ഹോൾഡ് ഇട്ടോ? പ്രീവർ ഹോൾഡിലെ അടിച്ചിട. ഇതെന്തോന്ന് ഇത്? നമ്മളായിട്ട് പറഞ്ഞല്ലേ അവന്മാരടുത്ത് ഇന്ന് നമ്മളില്ല ഒഴിവാക്കാൻ പറഞ്ഞിട്ട് അവന്മാർക്ക് തല്ലിയല്ലേ പറ്റുമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. തല്ല്. എടാ വന്ന് പൊട്ടിക്ക്. അത് വന്ന് പൊട്ടിക്ക്. അഡ്മിൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്തോ ഹോൾഡാ. വന്ന് പൊട്ടിച്ച് ഈ പ്രീവർ അങ്ങ് ഇതാക്കി. ഇവിടെ വാ. ഇവിടെ ഉണ്ട്. ഇറങ്ങി അടിക്കണ. കേറ്. ഡ്രാഗ കൊച്ചാപ്പി ലെഗസി തിരിച്ചു കയറും. തമ്പി കൊണ്ടുവച്ച് കുത്തിയില്ലടാ. ഓക്കെ അവരവരെ കുത്തിയില്ലേ? അവർ ഇതിന്റെ മേലിൽ കുത്തിയിട്ടില്ലേ? എടാ വെയിറ്റ്. എടാ വിശ്വസം ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യടാ. വണ്ടി എങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? വേറെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. 8 വണ്ടിയെ പറ്റത്തുള്ളൂ പ്രീവാറിന്. എടാ കേക്കാവോ? ബാക്കിയുള്ളവർ അവന്മാരെ തല്ലുകൊള്ളാതെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അവന്മാരെല്ലാരും ഓൺ ഫുട്ടാ അവിടെ. എല്ലാരും പറ. വണ്ടി തിരിച്ച് കേറാൻ നേരത്തെ നമുക്ക് കുത്തിയാലോ? അത് കുത്താം. വെയിറ്റ് ചെയ്യാം. അടിക്ക്. എടാ ബാക്കിയുള്ളവർ ഈ ചലവരെ കിടന്ന് അലക്കല്ലേ, ഒന്നും മിണ്ടായിരിക്കണേ. നിങ്ങളെല്ലാരും വന്നില്ലേ? റിപ്പയർ ചെയ്തിട്ട് വന്നിട്ടില്ലേ? ബാ. എന്താണ് പ്രശ്നം? വന്നില്ലേ? അതിനെ എടുക്ക്. ഇതാ ഈ വണ്ടിയൊക്കെ എടുക്ക്. ഇറങ്ങി അടിക്ക്. ഈ നിങ്ങൾ കുത്തുന്ന വണ്ടിയിൽ ഇറങ്ങി അടിക്ക്. പൊട്ടിക്ക്. നമ്മളിറങ്ങില്ല. ഞാൻ പറയാതെ ആ വണ്ടി എടുക്ക്. ബാക്കി ഒരു വണ്ടി ഇവിടെ. നിങ്ങൾ ആ വണ്ടി ഉണ്ടെങ്കിൽ അതിനെ എടുക്കുക. അതിന് ടാർഗറ്റ് ചെയ്യും. മറ്റവന്മാർ വന്നോളും. വന്നവന്മാർ വന്ന് കുത്തിക്കോളും. നമ്മൾ ഇറങ്ങി പൊട്ടിക്കുക. അതാ അവന്മാർ ഇവിടെ ഇറങ്ങി നിൽക്കുക. ഇറങ്ങി അടിക്കുക. എന്താ നിങ്ങൾ കാണിക്കുന്നത്? കൊണ്ട് കുത്തി അടിക്കുക. അത്രേ ഉള്ളൂ. കൊണ്ട് കുത്തി അടിക്കുക. ഇറങ്ങ. എടാ കൊണ്ട് കുത്തി അടിക്കുക. നമ്മൾ ഓൺ ഫുട്ട് ഇറങ്ങി.
എന്താ വെടി പോവാത്ത പലരും? ഇവിടെ ബേക്കില് വന്നു. ഇവന്മാരൊന്നും കാണുന്നില്ലേ? തള്ളക്ക് വിളിച്ചോണ്ടാ പോകുന്നത്. ഇവന്മാരെ അറിയുന്ന പോലും ഇല്ല ബേക്കിൽ വന്നത്. മാലരിതാ നിന്ന് അടിക്കുന്നു മറ്റവന്മാരെ. എടാ ഹോക്കി ഇതാ നിക്കുന്നത്. നമ്മുടെ ബാക്ക് സ്റ്റോപ്പ് വണ്ടികൾ അവിടെ നിൽക്കുക. എന്താ ഇവന്മാർക്ക് കൊണ്ട് കുത്തി? ഇവന്മാർ എന്താ കാണിക്കുന്നത്? ഇവർക്ക് ആ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് കുത്തി അടിച്ച് തീർത്തൂടെ ഇവന്മാരെ? കളി കിട്ടി, പക്ഷെ കളി കിട്ടിയില്ലല്ല കാര്യം. ഇവന്മാർ ഭയങ്കര ഇതായിട്ടാ സ്പ്ലിറ്റ് ആയിട്ടാ കളിക്കുന്നത്. സ്റ്റിൽ അവിടെ നിൽക്കുക രണ്ട് വണ്ടികൾ. ഒരു സെക്കൻഡ്, നമ്മളെ വണ്ടി കുത്തി എവിടേക്കാ? നല്ല കളി, നല്ല സൂപ്പർ കളി. ഒരു വണ്ടി ഇതാ കിടക്കുന്നത്, അങ്ങ് പണയിൽ കൊണ്ട് കുത്തിക്കുക. അത് ആരെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടി ഓട്ടിക്കണ്ട. ആ വണ്ടി ഓട്ടിച്ച ആള് ഇങ്ങനെ ചുമ്മാ വേസ്റ്റ് ആയിട്ട് വണ്ടി ഓട്ടിക്കാനാണെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ വണ്ടി ഓട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഹോൾഡ് ഇടാൻ പറ്റത്തില്ലല്ലേ? ഓ ഓക്കെ. ഇവിടെ അടിപൊട്ടി ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഹോക്കിയുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അൾട്രോന്റെ വണ്ടി. അവൻ പറഞ്ഞ അതുപോലെ ചെയ്യും. അതുപോലെ ഇവിടെ കുത്തി ഇറങ്ങി ഞാനാ. ഇവന്മാര് കുത്താത്തോണ്ടാ ഇപ്പോഴും കുറെ വണ്ടികൾ കറങ്ങി കളിക്കുക. ഇവിടെ അടി പൊട്ടിയ സമയത്ത് ആ വണ്ടി ആരാ ഒട്ടിക്കുന്നതെന്ന് നോക്കാളെ. ഓ ആ വണ്ടി കുത്തിയത് ഇവന്മാരെ അടിക്കാനാ. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ അതല്ലായിരുന്നു ആ പണി ചെയ്യാറ്. കുഴപ്പമില്ല. ആ വണ്ടി അവിടെ കുത്തിയത് ഇവന്മാരെ അടിക്കാനാ. അത് നന്നായി. അവന്മാരിതാ ഇവിടുന്ന് മൈക്കൊക്കെ അടിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. തളപതി എത്തി, പക്ഷെ എത്തിയപ്പോൾ ലേറ്റായി പോയി. നമ്മൾ അവിടെ കഴിഞ്ഞു കളി. എപ്പോഴത്തേക്കും ഏതാണ്ട് ഇതായി. റിവഞ്ച്. ഒരു സെക്കൻഡ്. റിവഞ്ച് എത്ര പിക്ക് എടുത്തു? റിവഞ്ച് ഒരു പിക്ക്. അവിടെ ഉണ്ടോ? റിവഞ്ച് ഡ്രേക്കൺ പിക്ക് എടുത്തു. റിവഞ്ച് 2 പിക്ക് എടുത്തു. ഓക്കെ, റിവഞ്ച് 2 പിക്ക് ആണോ? എനിക്ക് തോന്നുന്നു റിവഞ്ച് ഇതിൽ കൂടുതൽ പിക്ക് എടുത്ത് കാണും. റിവഞ്ച് 6 പിക്ക്. ആ ഓക്കെ. എനിക്കറിയാം റിവഞ്ച് 6-7 പിക്ക് എടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ മറ്റേ ഒരു സിറ്റുവേഷൻ കിട്ടിയാലേ അതിൻ്റെ അകത്ത് 6-7 പിക്ക് എടുക്കുന്ന ഒരു പ്ലെയറാണ് റിവഞ്ച്. ഞാനതാ നോക്കിക്കൊണ്ടിരുന്നത് അവൻ എത്ര പിക്ക് എടുത്തുന്നേ. ഞാൻ അവൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കേസേ. റിവഞ്ച് ഇച്ചിരി ഇതാണ്. കളിക്കോ അടിപൊളിയായിട്ട് കളിക്കും. പിന്നെ കുഞ്ഞാണ് അവൻ, 17-18 വയസ്സേ ഉള്ളൂ. റിവഞ്ച് കളിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ മിക്ക സിറ്റുവേഷനിലും ഇതേപോലെ തന്നെ ഒരു 5-6 പിക്ക് 6-7 പിക്ക് അങ്ങ് എടുക്കും മിക്ക സിറ്റുവേഷനിൽ. കുഴപ്പമില്ല, ഇച്ചിരി സ്പെറ്റായെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് കണ്ടില്ലേ. ചെക്കൻ കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. കുഞ്ഞാ പക്ഷേ കേട്ടോ, കുഞ്ഞാണ്. കളിച്ച് സെറ്റാണ് അവൻ. ഇപ്പോഴേ സെറ്റാണ്. ഫുള്ള് W കീയാണ്. ആ ഒരു മൈൻഡൊന്നും ഇല്ല, പേടിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഡ്രേക്കിന് നൈസ്. ഡ്രേക്കനും കുഞ്ഞാണ്. റിവഞ്ച് കുഞ്ഞാണ്. റിയോ കുഞ്ഞാണ്. റിയോ കുഞ്ഞല്ല, റിയോ 19 വയസ്സ്. എന്നാലും ഇതാ ഡ്രേക്കനും റിവഞ്ച് സെയിം ഏജാ. 17-18 അങ്ങനെ എന്തോ വയസ്സാ. ഡ്രേക്കനും കളിക്കും. ഡ്രേക്കനും അടിപൊളിയായിട്ട് കളിക്കും. മാലാഗ, പൃഥ്വി, ലിയോ. കുഴപ്പമില്ല, കളിച്ചു 1-2. എത്ര ലൈവാ നമ്മള്? അറിയാൻ വയ്യ. ഞാൻ കുഞ്ഞല്ലേ. റിവഞ്ചിന്റെ POV നമുക്ക് കാണാം ഇത് കഴിഞ്ഞിട്ട്.